മാഡം നടക്ക്. എന്താ വിളിച്ച്? മാഡം പ്രിൻസിപ്പളിലേക്ക് അങ്ങനെയല്ലേ വിളിക്കാൻ ചേച്ചി? പിന്നെ നടക്ക്. അഡ്മിഷൻ ആണെങ്കിൽ പോയിട്ട് നാളെ വരൂ, ഇന്ന് ടൈമില്ല. നീ എന്തിനാ ഇവിടെ കേറിയിരിക്കണേ? ഓ നിങ്ങളായിരുന്നാ? ഈ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നാലേ ആ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു പവർ. ഇതാണോ ലച്ചു ഈ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ട അടുത്ത് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറി ഇരിക്കും എന്ന് പറയുന്നത്? ടീച്ചറേ കൊള്ളാല്ല. അന്നപ്പോ ആള് പാവമായിരുന്നു, ഇപ്പൊ കുറച്ച് തണ്ടെടുത്ത് തുടങ്ങി. എങ്ങനെ തുടങ്ങായിരിക്കും? ടീച്ചറേ, ഞാൻ ടീച്ചറിന് നല്ലതിന് വേണ്ടിയാണ് പറയണത്. കൂട്ടുകെട്ടാണ് പലരെയും മനസ്സിലാക്കണത്. നീ എന്തിനാ ഇവിടെ കേറി ഇരിക്കുന്നതെന്നാ ഞാൻ ചോദിച്ചേ. പെർമിഷൻ മേടിക്കേണ്ട ആൾക്കാരുടെ അടുത്തുനിന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് നാം ഇവിടെ കയറി ഇരിക്കുന്നത്. ഇവിടെ കൊല നടക്കും. രണ്ടാളോട് ഞാൻ പറയുവാണ്, എന്തോന്നാ ഈ ചീളൊരു കസേരയുടെ പേരിൽ തല്ലുണ്ടാക്കുന്നത്? ആരെങ്കിലും കയറി ഇരിക്കാനകത്ത്? എടാ അധികാരി മോഹൻ, നിനക്ക് നാണുണ്ടോടാ? അയ്യോ, അധികാരി മോഹി ആര്? ഞാനാ അധികാര മോഹം ഇല്ലാത്ത ഒരാള്. എടാ എടാ എടാ, ഒരു ലേഡി ആ ചെയറിൽ ഇരുന്നാലേ അതിനൊരു നിറവുണ്ടാവുള്ളൂ. അത് നമുക്ക് വേറെ രീതിയിലും ചിന്തിക്കാമല്ലോ. ഇവിടെ ഇത്രയും ലേഡീസ് ആയിട്ടുള്ള നിങ്ങളുള്ളപ്പോ നിങ്ങൾ എല്ലാവരും അങ്ങ് ടീച്ചേഴ്സ് ആയിരിക്കും. ഇവിടെ ആകപ്പാടുള്ള ഒരു ആന്തരികമായിട്ടുള്ള ഞാൻ ഇവിടെ മെയിൻ പ്രതിനിധിയായിട്ട് അങ്ങ് ഇരിക്കാം. നന്നായിരിക്കും. പാരന്റ്സ് ഒക്കെ ചോദിക്കുവേ, ഈ ഇച്ചിരി പോന്ന ബോധവും വിവരവും ഇല്ലാത്ത പപ്പു കുഞ്ഞിനെയാണ് പ്രിൻസിപ്പൽ ആയിട്ട് ഇവിടെ ഇരുത്തിയേക്കുന്നത്. നീ തന്നെ. ചുമ്മാ കളിക്കില്ലേട്ടാ. ഞാൻ കളിക്കും. നീ എന്ത് ചെയ്യും? തൂക്കെടുത്തെറിഞ്ഞത് കാണാനില്ലല്ലോ. അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ. ഒരു ദിവസം കേശു പ്രിൻസിപ്പൽ ആയിരിക്കും, അടുത്ത ദിവസം ലച്ചു, അതിന്റെ അടുത്ത ദിവസം കേശു, അതിന്റെ അടുത്ത ദിവസം ലച്ചു. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാ. നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെയല്ലേ? ആ ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തിങ്കളാഴ്ച ഞാൻ പ്രിൻസിപ്പൾ ആവാം, ചൊവ്വാഴ്ച ചേച്ചി ആയിക്കോട്ടെ, ബുധനാഴ്ച ഞാൻ പ്രിൻസിപ്പൾ ആവാം, വ്യാഴാഴ്ച ചേച്ചി ആയിക്കോട്ടെ, വെള്ളിയാഴ്ച ഞാൻ പ്രിൻസിപ്പൾ ആവാൻ കഴിയും. ആ പുതിയ മോനങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്ന് പറയുമ്പോഴത്തേക്കും ആഴ്ചയില് 3 ദിവസം നീ പ്രിൻസിപ്പള്, 2 ദിവസം ഞാൻ, അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും മാസത്തില് 12 ദിവസം നീ പ്രിൻസിപ്പള്, 8 ദിവസം ഞാനാ. നടക്കൂല. ശനി ഞാൻ ചേച്ചി ആയിരിക്കും പ്രിൻസിപ്പൾ. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു തരാം. പോരെ? നീയും പ്രിൻസിപ്പൾ ആവണ്ട, ചേച്ചിയും പ്രിൻസിപ്പൾ ആവണ്ട, ഞാൻ പ്രിൻസിപ്പൾ ആയിക്കോളാം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 2 വിദഗ്ധരായ ഫീമെയിൽ ടീച്ചേഴ്സും ഒരു വിദഗ്ധനായ മെയിൽ പ്രൊഫസറും ഉണ്ടാവും. ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്തോളാം. അതോടുകൂടി നമ്മുടെ കിറ്റിയുടെ കയറേണ്ട ഭാവി അങ്ങ് ഉയർന്നു പോകും. എന്ത് പറയുന്നു? മൊട്ടേന്ന് വിരിയാത്ത നീയാണ് പ്രിൻസിപ്പൾ ആവാൻ പോകുന്നത്. ആ പിള്ളേര് വരെ ചിരിക്കും. ഗൗരി എന്നോട് പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും അലമ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ ഞാൻ അലമ്പാന്ന് പറഞ്ഞ? അല്ല, അതിന് കിട്ടത് എന്തോന്നാണത്? ടീച്ചർക്ക് വേണ്ടി കളഞ്ഞിട്ട് പോകണം. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ തനി സ്വഭാവം അറിയാം ടീച്ചർ. അതെ, ഞാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? ഇവിടെ ടീച്ചർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും ടീച്ചറെ, ഒരു വണ്ടി വിളിക്കുക, എന്നിട്ട് സ്പീക്കർ കെട്ടി വെച്ചിട്ട് പാലക്കാട് വരെ ഓടി നടന്ന് പറ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കേശു, നീയാണ് ഇതിൽ ഏറ്റവും അലമ്പ്. അലമ്പാ ഞാനാ? ടീച്ചർ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടെ വളരെ ഡീസന്റ് ആയിട്ടിരിക്കുന്നു, തന്നെ ചുമ്മാ കൂറാക്കി. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഞാനേ മേശയും കസേരയും തുടച്ചിടാനേ ഇവിടെ ദുബായിൽ ഒരു പുള്ളി ഉണ്ടല്ലോ, മറ്റേ ഒട്ടാത്ത കറങ്ങണേ, പുള്ളിയെ വിളിച്ചാൽ മതി. പുള്ളിക്കാവുമ്പോ തുടച്ച് നല്ല പരിചയം കാണുമല്ലോ. ഭർത്താവിനെ പറയുന്നോ? ലച്ചു, നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അവിടെ